ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, പത്മകുമാറിന്റെ അറസ്റ്റിൽ വേദനിക്കുന്ന ഒരു മനസ്സാണ് അങ്ങേക്കുള്ളത്. അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ പത്മകുമാറിനെയും എൻ വാസുവിനെയും താരതമ്യം കൂടി ചെയ്യുന്നുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റിൽ താങ്കൾ വേദനിക്കുന്ന അദ്ദേഹം ഒരു വിശ്വാസിയായതുകൊണ്ടാണ്. എൻ വാസു ഒരു അവിശ്വാസിയാണ്. അവിടെ യുവതീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയ്ക്കാണ് താങ്കൾ അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് പക്ഷേ വിശ്വാസി എന്ന് താങ്കൾ കരുതുമ്പോഴും ഈ അറസ്റ്റിനുള്ള കാരണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. SITയുടെ കണ്ടെത്തൽ ഈ പോറ്റിയും ഉൾപ്പെട്ട ഈ സ്വർണ്ണപ്പാളി മോഷണത്തിൽ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണ് എന്നതാണ് SIT പറയുന്നത്. ആ സൂത്രധാരൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ഈ ഗൂഢാലോചനകൾ വളരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് പത്മകുമാറിന് വേണ്ടി താങ്കൾ വേദനിക്കുന്നത്? പത്മകുമാർ സാർ എന്ന് പറയുന്നത് ശബരിമലയുമായി കുടുംബപരമായി തന്നെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഹരിവരാസനം എഴുതിയതും അദ്ദേഹത്തിന്റെ അച്ഛൻ ശബരിമലയിലെ കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹത്തെ വർഷങ്ങളുടെ പരിചയമുണ്ട്. അപ്പോൾ വിശ്വാസികളെ കൂടെ നിന്ന് ചതിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിന് അദ്ദേഹം ജയിലിൽ പോകണം, ശിക്ഷ അനുഭവിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ശബരിമല യുവതി പ്രവേശന വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. അദ്ദേഹത്തിന്റെ ശമ്പളം ഒക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, സാറ് സപ്പോർട്ട് ചെയ്താൽ മതി. ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാൻ ഞങ്ങളെ അവിടെ എത്താൻ, എന്നെയും മുത്തശ്ശി അമ്മയൊക്കെ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാറാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങൊന്ന് വിശദീകരിക്കാമോ? കാരണം സർക്കാർ ഒരു നിലപാടെടുക്കുന്നു, യുവതീ പ്രവേശം എന്ന നിലപാടെടുക്കുന്നു. സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡും അത് അംഗീകരിക്കുകയും അതിനൊപ്പം പ്രവർത്തിക്കുകയും വേണ്ടതുണ്ട്. അന്ന് സർക്കാർ നിലപാടിന് വിരുദ്ധമായി സമരം ചെയ്യുന്ന അവിടുത്തെ ശബരിമല പ്രക്ഷോഭകാരികളെ സഹായിക്കുന്ന നിലപാട് പത്മകുമാർ എടുത്തിരുന്നുവെന്നും അതിന് താങ്കളടക്കമുള്ളവർക്ക് സഹായം നൽകിയെന്നുമാണോ? അതൊന്ന് വിശദീകരിക്കാമോ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അന്ന് സഖാവ് പിണറായി വിജയൻ സാർ മാത്രമാണ് ഈ കടുംപിടുത്തം പിടിച്ചത്. ഞങ്ങൾ ഇന്ന് CPMന്റെ പല നേതാക്കളോട് സംസാരിച്ചു. ഞാനൊരു ചാനൽ ചർച്ചയിലിരുന്ന് നമ്മുടെ LDF കൺവീനറായിരുന്ന വിജയരാമൻ സാറിന്റെ കാല് വരെ പിടിച്ചു. ഞാൻ മാത്രമല്ല NSSന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി സുവാനന്ദ നായർ സാർ, അദ്ദേഹം വാക്കുകളിൽ തന്നെ പറഞ്ഞു, ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ച് കാല് പിടിച്ചു, എങ്ങനെങ്കിലും ഈ വിഷയം നമുക്കൊന്ന് സമവായത്തിൽ എത്തിക്കണം, അല്ലെങ്കിൽ മുമ്പോട്ട് പോകണം. പക്ഷെ ഇതൊന്നും കേൾക്കാതെ ശ്രീ പിണറായി വിജയൻ അതുമായി മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പം പ്രക്ഷോഭം തുടങ്ങുന്ന ആദ്യ ദിവസം അതിന്റെ രാത്രി 2:30-3 മണിക്ക് ഞാനും മുത്തശ്ശി അമ്മയും കൂടെ ശബരിമലയിൽ എത്തുകയുണ്ടായി. അപ്പോൾ പോലീസുകാർ ഞങ്ങളെ കയറ്റിവിട്ടില്ല. എന്നെ കണ്ടുകൊണ്ടാണ് കയറ്റിവിടാത്തത്. അപ്പോൾ അവിടെ വിശ്വാസികളും പോലീസുകാരും തമ്മിൽ ഉന്തും തെള്ളും അടിയും ഒക്കെ ആയി. അപ്പൊ 2:30-3 മണിക്ക് മുത്തശ്ശി ഞാനും കൂടെ പത്മകുമാർ സാറിനെ വിളിച്ചു. പത്മകുമാർ സാർ കൂടി ഇടപെട്ട് പോലീസിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മേലിൽ പോയത്. അദ്ദേഹം തന്നെ ഇത് ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു. ആദ്യ ദിവസം അങ്ങനെ പ്രക്ഷോഭം തുടങ്ങിയോണ്ടാണ് ശബരിമല കേസിൽ നമ്മൾ പരാജയപ്പെടാൻ നിന്നത്. ഒരുപക്ഷെ സ്മിതിജിക്ക് ഓർമ്മ കാണും, മാധ്യമങ്ങളെല്ലാം എതിരായിരുന്നു, രാഷ്ട്രീയക്കാരെല്ലാം എതിരായിരുന്നു. ആദ്യ ദിവസം മാധവി എന്നൊരു സ്ത്രീ ആന്ധ്രയിൽ നിന്ന് വന്നിരുന്നു. ആ മാധവിയും കൂടെയുള്ള ഒരു 5 പേരും യുവതികൾ ആ ശബരിമലയെ ദർശനം നടത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ആ വിധി നടപ്പാകുമായിരുന്നു. അപ്പോൾ ആ വിധി നടപ്പാകാതെ ഞങ്ങൾക്ക് ആദ്യ ദിവസം പ്രക്ഷോഭം നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സമീപനം പോലും ഉണ്ടായത് 60 ദിവസത്തോളം പ്രക്ഷോഭം കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആദ്യ ദിവസം ഞങ്ങൾ അവിടെ എത്തി. യഥാർത്ഥത്തിൽ ആദ്യ ദിവസമേ 4-5 യുവതികൾ അങ്ങ് കയറി തൊഴുതിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ വിഷ്വൽസും മറ്റും വന്നു, വിധി നടപ്പായി എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിന്റെ സ്പേസ് പോലും ഉണ്ടാവുന്നില്ല. അപ്പൊ ആദ്യ ദിവസം അവിടെ ചെല്ലാൻ സഹായിച്ചു. ആദ്യ ദിവസം ഞങ്ങളടക്കമുള്ളവർ തടഞ്ഞു, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി. വലിയ വയലൻസ് ഉണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് 2-3 ചാനലുകളുടെ വാഹനങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു. അവരോടെല്ലാം വ്യക്തിപരമായി തന്നെ ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഒരു ദേശീയ മാധ്യമത്തിന്റെ ചാനലും ആക്രമിക്കപ്പെട്ടു. അവരോടും ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ ദിവസം അവിടെ എത്താൻ സഹായിച്ച അദ്ദേഹമാണ്. അത് പറയുന്നതിൽ നമ്മൾ മടി കാണിക്കണ്ട. അതുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കൊള്ളയ്ക്ക് കുറ്റക്കാരനല്ലതല്ല, ഈ കുറ്റാരോപിതനല്ല, അത് സാങ്കേതികമായി കുറ്റാരോപിതനാണ്. പക്ഷേ ശ്രീ പത്മകുമാർ കുറ്റക്കാരൻ തന്നെയാണ്. ആ കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ കൂടെ ആക്റ്റീവായ സഹകരണമില്ലാതെ ആ കൊള്ള നടക്കില്ല. സഖാവ് P. ജയരാജൻ എഴുതിയതുപോലെ അവധാനതയുടെ കുറവൊന്നുമല്ല, അറിഞ്ഞുകൊണ്ടുള്ള കൊള്ള തന്നെയാണ്. പക്ഷെ അന്ന് അദ്ദേഹം സഹായിച്ചു. നമ്മളൊരു സത്യം പറയുമ്പം 2 പക്ഷം അല്ലെങ്കിൽ 2 കാര്യങ്ങളും പറയണം. അന്ന് ചെയ്തത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം, സ്വന്തം കൈപ്പടയിൽ അത് ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത കടലാസിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും ചെമ്പുപാളിയാക്കാനുള്ള തീരുമാനം എവിടെ നിന്ന് ആണ് വന്നത്, അല്ലെങ്കിൽ അത് നടപ്പാക്കിയത് എവിടെയാണ് എന്നതിന്റെ രേഖയാണ് പുറത്തു വരുന്നത്. അല്ല, ഒരു സംശയവുമില്ല. ഞാനൊക്കെ ആദ്യം തന്നെ ചാനൽ റിപ്പോർട്ടിൽ അടക്കം വന്നിരുന്ന് ശക്തമായി പറഞ്ഞിരുന്നത് പത്മകുമാർ സാറിലേക്ക് അന്വേഷണം പോകണമെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അദ്ദേഹം അറിയാതെ ഏതെങ്കിലും മെമ്പർമാർ ചെയ്തതായിരിക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ വിവരം പുറത്തു വരുന്നത്. ബാക്കി 2 മെമ്പർമാരും അറിയാതെ പത്മകുമാർ സാർ കള്ളം ചെയ്തതെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ തിരിച്ച് പത്മകുമാർ സാർ അറിയാതെ വേറെ ഏതെങ്കിലും മെമ്പർ ചെയ്യണമെന്നായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. കാര്യം വിശ്വാസികളെ എന്ന് സപ്പോർട്ട് ചെയ്തതാണ്. ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. വിശ്വാസികളെ സപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷേ
ഈ സമരക്കാരെ അവിടെ എത്തിക്കാൻ താങ്കളെ അടക്കമുള്ളവരെ എത്തിക്കുന്നതിൽ ഒരു നേതൃത്വം വഹിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേതൃത്വമൊന്നുമല്ല. അന്ന് രാത്രിയിൽ അവിടെ പ്രശ്നം ഉണ്ടായി, പോലീസുകാരോട് സംസാരിച്ചു. അത് ഞങ്ങൾ എന്തായാലും അവിടെ കയറുമായിരുന്നു. ഒരു കാരണവശാലും ശബരിമല വിധി ന്യായം, അന്ന് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ തന്നെ അടുത്ത് ഞാൻ പറഞ്ഞത്, എന്റെ നെഞ്ചി ചവിട്ടിയെ അവിടെ യുവതികൾ കയറും എന്ന് പറഞ്ഞ നിലപാട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പത്മകുമാർ സാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത കാര്യം സത്യമാണ്. മുത്തശ്ശി അദ്ദേഹത്തെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പം ഈ വാസു സാറ് നേരെ തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ പരിപാടിക്ക് ഞങ്ങൾ OTC ഹനുമാൻ ടെമ്പിളിൽ ചെന്നപ്പോൾ പോലീസുകാരെ വെച്ച് ഞങ്ങളെ തടഞ്ഞു. പോലീസുകാർ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ആ OTC ഹനുമാൻ ടെമ്പിളിലും ഈ പ്രതിഷേധം നടത്തുകയുണ്ടായി. പക്ഷേ അപ്പം ദേവസ്വം ബോർഡ് എന്നും അല്ലെങ്കിൽ വാസു സാർ എന്നും വിശ്വാസികൾക്കെതിരായിരുന്നു. വാസു സാറിനെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് അയച്ചത്. അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ വാദിക്കുകയും ഞങ്ങളെ തോപ്പിക്കുകയും ചെയ്യാൻ. അന്ന് പത്മകുമാർ സാർ ആദ്യം തന്നെ തുറന്നു പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ ഞാൻ ശബരിമലയിലേക്ക് വിടില്ല എന്നൊക്കെ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും രണ്ട് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നമ്മൾ മറച്ചു വെക്കുന്ന എന്തിനാ? അതിലൊന്നും രഹസ്യമില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പോഴും പത്മകുമാർ അതിൽ ആസൂത്രകൻ എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അദ്ദേഹം ഒരു നല്ല മനസ്സുടമയായിരുന്നു എന്ന് വേദനിക്കുന്നവരോട് ചോദിച്ചതാണ്. അല്ല, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വിശ്വാസികൾക്ക് കൂടുതൽ വേദന ആ മനുഷ്യൻ ഇതിൽ പെട്ടതുകൊണ്ടാണ്. അതായത് പുറകിൽ നിന്ന് കുത്തിയെന്നോ കൂടെ നിന്ന് ചതിച്ചു എന്നോ ഒക്കെ. അതായത് ഈ മാസങ്ങളുടെ പ്രത്യേകത, ശബരിമല പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശബരിമല പ്രക്ഷോഭം 2019 ആദ്യ മാസങ്ങളിൽ നടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ തെരുവിൽ തല്ലുകൊള്ളുകയും പോലീസിൽ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന സമയത്ത് പത്മകുമാർ സാർ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു എന്ന് അറിയുന്നത് ഏറ്റവും വേദനയാണ്. കാര്യം വെളിയിൽ നിന്ന് കാണുന്ന പോലല്ല, ഇവരെയൊക്കെ വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ, പേഴ്സണലി അറിയുന്നതല്ലേ, വീട്ടിൽ കല്യാണത്തിന് പോകുന്നവരല്ലേ. അപ്പൊ ഞങ്ങൾക്കെല്ലാം അതിൽ വിഷമം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വിഷമമുള്ളത് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടവർക്ക് ഇതിന്റെ സങ്കീർണത അറിയാം. ആ സങ്കീർണതയിൽ പത്മകുമാർ സാർ അന്ന് ഹെൽപ്പ് ചെയ്തു. ഇന്ന് അതുകൊണ്ടാണ് കൂടുതൽ വേദന. വിശ്വാസിയായ ഇത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്ന ആൾ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ നേതൃത്വം നൽകി എന്ന് പറയുന്നത് വിശ്വാസിക്ക് വേദനയുള്ളതാണ്. അദ്ദേഹത്തിനോട് അയ്യപ്പന്മാർ ഒരിക്കലും ക്ഷമിക്കില്ല. ശരി. Debate with Smriti Parathikkad.